ഹലോ. അപ്പോൾ ഒന്ന് ചിന്നൂട്ടി അങ്കനവാടിക്ക് പോകാൻ റെഡിയായിരുന്നു കേട്ടോ. അപ്പം വേറൊരാളും കൂടി ഉണ്ട്, അഞ്ചുട്ടി കേട്ടോ. ഇന്നലെ വന്നതാണ് അവർ. അപ്പോൾ അവളെ ചിന്നു പോകേണ്ട പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകാൻ റെഡിയായി പുറപ്പെട്ടൊക്കെ റെഡിയായി നിന്നു. അപ്പോഴാണ് ചിന്നൂട്ടി കൊണ്ടെടുത്തത്. അവൾ എന്നും കുട ചൂടിയിട്ടാണ് പോക്ക്. അപ്പോൾ കുടയൊക്കെ എടുത്ത് റെഡി ആയിട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ ആകെ ഒരു കുടയുള്ളൂ. അപ്പോൾ രണ്ടുപേരും കൂടെ തല്ലുകൂടിയാലോ വിചാരിച്ചിട്ട് കുടയൊക്കെ വാങ്ങി വെച്ചു. അങ്ങനെ അവർ പോകാൻ റെഡിയായി. ഏട്ടൻ അനിയത്തിക്കുട്ടിക്ക് ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ചെരുപ്പൊക്കെ ഇട്ടെടുത്ത് റെഡിയായി. അങ്ങനെ രണ്ടുപേരും കൂടെ പോവുകയാണ്. ചിന്നൂട്ടീനെ അഞ്ചുട്ടീനെ കൊണ്ടേക്കുന്നത് മണിക്കൂട്ടന് ലച്ചു അമ്പിളിച്ചും കൂടി കേട്ടോ. അങ്ങനെ മണിക്കൂട്ടനൊന്നും സ്കൂളിലല്ലോ. അപ്പോൾ അവർ മൂന്നുപേരും കൂടെ കൊണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ രണ്ടുപേരും പുറപ്പെട്ട് ഇറങ്ങി നല്ല കുട്ടികളായിട്ട് പോവുക. അഞ്ചുട്ടിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവളും പോയി ശീലമുള്ള കാരണം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തത് അവർ പോവുകയാണ്. മഴ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മഴ ഉണ്ടെങ്കിൽ ആകെ പ്രശ്നമായിരിക്കും. ഒരുപാട് ദൂരം നടക്കാനുള്ളതല്ലേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കയ്യും പിടിച്ച് പോവുക. ഏട്ടനെ കൊണ്ടാക്കി കൊടുക്കണമെന്ന വിചാരം. മുന്നിൽ വലിച്ചുകൊണ്ട് നടക്കേണ്ട അനിയത്തി കുട്ടീനെ. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോരാൻ വിചാരിച്ച് നിൽക്കാം കേട്ടോ. എനിക്ക് പോരണ്ടേ, ഞാൻ റെഡിയായി നിൽക്കായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാനും നിങ്ങളേട്ടനും പോകുന്നു കേട്ടോ. നിങ്ങളേട്ടനെ കൊണ്ടുവന്നാക്കാൻ വന്നതാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് ഏതായാലും മണിക്കുമ്പോൾ അമ്പലത്തിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. എന്നാൽ അവിടെ കാര്യസാധ്യ പുഷ്പാഞ്ജലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയിട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോയി നല്ല തിരക്കാം. ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല. ഉള്ളിലേക്കുള്ള ക്യൂ ആണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ കയറാൻ പറ്റില്ല. അപ്പോൾ പുറത്തൊക്കെ നിന്ന് തൊഴുതിട്ട് പിന്നെ ഞങ്ങൾ നേരെ സദ്യ കഴിക്കാൻ പോയിട്ടോ. പ്രസാദം ഇട്ടുണ്ടെന്ന് അവിടെ. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോയി. അവിടെയും നല്ല തിരക്കായിരുന്നു. അപ്പോൾ സദ്യക്ക് ചോറും കൂട്ടാനും സാമ്പാറും ഉണ്ടായിരുന്നു. പിന്നെ രസം ഉണ്ടായിരുന്നു, കായുപ്പേരി, മാങ്ങച്ചാറ്, പപ്പടം, പിന്നെ മുതിരി, പൂളയും പയറും ഒക്കെ ഇട്ടിട്ടൊരു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സദ്യ ആയിരുന്നു. സദ്യയൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങളിതാ തിരിച്ചു പോന്നു.